കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കാനിരിക്കുന്ന വി.ഡി. സതീശൻ തന്റെ സുരക്ഷാ പ്രോട്ടോകോളിൽ വരുത്തിയ വിപ്ലവകരമായ മാറ്റം ജനകീയ ഭരണത്തിന്റെ ശുഭസൂചനയാണ്. മുഖ്യമന്ത്രിയുടെ യാത്രകൾക്കായി ഇനി മുതൽ കിലോമീറ്ററോളം നീളുന്ന വലിയ വാഹന വ്യൂഹം വേണ്ടെന്നും പൈലറ്റും എസ്കോർട്ടും ഒഴികെയുള്ള മറ്റു സുരക്ഷാ വാഹനങ്ങൾ ഒഴിവാക്കണമെന്നും അദ്ദേഹം പോലീസിന് കർശന നിർദ്ദേശം നൽകി കഴിഞ്ഞു. പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള റോഡ് ബ്ലോക്കുകളും തടസ്സങ്ങളും ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന അദ്ദേഹത്തിന്റെ നിലപാട് അധികാരം ആഡംബരമല്ല, മറിച്ച് സേവനമാണെന്ന വലിയ സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്. പതിറ്റാണ്ടുകളായി കേരളം കണ്ടുവന്ന കോൺവോയ് രാഷ്ട്രീയത്തിന് അറുതി വരുത്താനുള്ള ഈ നീക്കം സുരക്ഷാ സംവിധാനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. സുരക്ഷാ ക്രമീകരണങ്ങളുടെ പേരിൽ സാധാരണക്കാരന്റെ സഞ്ചാര സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ലെന്ന ഉറച്ച വിശ്വാസമാണ് നിയുക്ത മുഖ്യമന്ത്രിയെ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് നയിച്ചത്. പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള സുരക്ഷാ ആശങ്കകളെ മുഖവിലക്കെടുത്തുകൊണ്ട് തന്നെ ജനങ്ങളിലേക്ക് കൂടുതൽ അടുക്കാനുള്ള ഇത്തരം ലളിതമായ നടപടികൾ ഭരണകൂടത്തോടുള്ള വിശ്വാസ്യത വർദ്ധിപ്പിക്കും. ട്രാഫിക് കുരുക്കുകളിലും നിയന്ത്രണങ്ങളിലും പെട്ട് വലഞ്ഞിരുന്ന മലയാളിക്ക് ഈ തീരുമാനം വലിയ ആശ്വാസമാണ് നൽകുന്നത്. ആഡംബര വാഹനങ്ങളുടെ അകമ്പടിയില്ലാതെ ജനങ്ങൾക്കിടയിലൂടെ കടന്നു പോകുന്ന ഒരു ഭരണത്തലവൻ എന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ പുതിയൊരു അധ്യായമായി മാറും. പ്രോട്ടോകോൾ പരിമിതികളെ മാറ്റിവെച്ച് ജനകീയമായ ശൈലിയിലേക്ക് ചൂടുമാറ്റാനുള്ള ഈ തീരുമാനം വരും ദിവസങ്ങളിൽ മറ്റ് ജനപ്രതിനിധികൾക്കും ഒരു മാതൃകയാകുമെന്ന് നിസ്സംശയം പറയാം.